ഏതോ ജന്മകൽപ്പനയുടെ ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ കുഞ്ഞൻ അവരുടെ മുഖത്തോക്കി പറയുന്നു, ഞാൻ ലാവണ്യനെ വിവാഹം കഴിക്കാൻ തയ്യാറാണ്, ഞങ്ങളുടെ വിവാഹം ഉടനെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ്. അപ്പം നമ്മുടെ മനോരമയ്ക്കും അതുപോലെ തന്നെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ആ സമയം പിന്നിൽ നിന്ന് ശ്രുതി ഇങ്ങനെ ഷോക്കായി നിൽക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്താ രമ്യെ, നിങ്ങൾക്ക് മറുപടി ഒന്നും പറയാനില്ലല്ലോ, നിങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടിയില്ലേ, എന്നാ പിന്നെ ഇറങ്ങാൻ നോക്ക്. ഈ കാര്യം പറഞ്ഞതേ വേറെ ആരുമല്ല, എൻ്റെ കുഞ്ഞനാണ്. ഇപ്പൊ സമാധാനമായില്ലേ, നിങ്ങൾ പോകാൻ നോക്കാൻ പറയുമ്പോൾ അങ്ങനെ അവർ തല കുമ്പിട്ട് അവിടെ നിന്ന് പോകും. പിന്നീട് മനോരമ പറയുന്നുണ്ട്, പക്ഷെ എൻ്റെ മൈ ഗോഡ്, എൻ്റെ കുഞ്ഞാ, നീ തന്നെയാണ് ഈ പറയുന്നത്. ഇതേ ഇനിയിപ്പോൾ അത് എൻ്റെ ഫ്രണ്ട്സിൻ്റെ മുന്നിൽ നിന്റെ മുത്തശ്ശി ചെറിയതാവാതിരിക്കാൻ വേണ്ടി നീ പറഞ്ഞതാണോ എന്നൊക്കെ ചോദിക്കും. അശ്വിനൊരു വാക്കുള്ളൂ, ഒരു വാക്കും ഒരു പ്രവൃത്തി എന്നൊക്കെ പറഞ്ഞ് അശ്വിൻ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോകും. പുറത്തേക്ക് പോകില്ല, അവിടെ തന്നെ നിൽക്കും. ആ സമയത്ത് എല്ലാവർക്കും അവർക്കൊക്കെ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. മുത്തശ്ശി അങ്ങനെ നമ്മുടെ അഞ്ജലി സന്തോഷത്തോടെ ലാവണ്യോട് പറയുന്നു മുത്തശ്ശിയുടെ അനുഗ്രഹം മേടിക്കാൻ. അങ്ങനെ രണ്ടുപേരും കൂടെ മുത്തശ്ശിയുടെ അനുഗ്രഹമൊക്കെ മേടിക്കുന്നുണ്ട്. മുത്തശ്ശി രണ്ടുപേരെയും മാറി മാറി ചുംബിക്കുന്നൊക്കെ ഉണ്ട്. ഇതൊക്കെ കണ്ട് നെഞ്ച് പൊട്ടി ഇങ്ങനെ നിൽക്കുന്നുണ്ട് ശ്രുതി. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ശ്രുതി പെട്ടെന്ന് തന്നെ പൂജാമുറിയിലേക്ക് പോയി കൃഷ്ണന്റെ മുന്നിൽ നിന്ന് പൊട്ടിക്കരയിന് എല്ലാ കാര്യങ്ങളും ഓർക്കുന്നുണ്ട്. പാർസലാണ് ഇത് കൊടുത്തതും അശ്വിൻ ശ്രുതിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചതും ചുംബിക്കാൻ നോക്കിയതും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഓർക്കുന്നുണ്ട്. പിന്നീട് ശ്രുതിയുടെ മുന്നിൽ വെച്ച് തന്നെ ലാവണ്യരെ കൈപിടിക്കുന്നതും കാണിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ ശ്രുതി പെട്ടെന്ന് തന്നെ എന്തോ ഒരു തീരുമാനം എടുത്ത പോലെ അടുക്കളയിലേക്ക് പോയി അലമാരിയിൽ നിന്ന് ബാഗ് എടുത്ത് പുറത്തേക്ക് വരും. ആ സമയത്ത് നമ്മുടെ ലാവണ്യ വന്നിട്ട്, ശ്രുതികുമാരി, നീ അറിഞ്ഞില്ലേ, നീ കണ്ടില്ലേ, സാർ അങ്ങനെ പറയുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് തന്നെ ശ്രുതിയുടെ കണ്ണൊക്കെ തറയിട്ടപ്പോൾ, നീ എന്തിനാ ശ്രുതി കരയുന്നതെന്ന് ചോദിച്ചപ്പോൾ, എനിക്ക് സന്തോഷം കൊണ്ടാണ് മാഡം, അശ്വിൻ സാർ ഇത്ര പെട്ടെന്ന് അങ്ങനെ തീരുമാനം എടുക്കുന്നു ഞാനും വിചാരിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ ആ ശ്രുതി മുത്തശ്ശിക്കും അഞ്ജലി ചേച്ചിക്കും മനോരമാൻറ്റിക്കും ഒക്കെ വലിയ സന്തോഷമായി. ഞാനും വിചാരിച്ച ആ മനോരമാൻറ്റിയുടെ ഫ്രണ്ട്സിന്റെ മുന്നിൽ വെറുതെ പറഞ്ഞതുണ്ടെന്ന്, നല്ല സത്യമാണെന്നൊക്കെ പറഞ്ഞതിന് എനിക്ക് നല്ലൊരു പങ്കുണ്ട്. സാറിന്റെ മനസ്സ് മാറ്റിയെടുത്തതും ഒക്കെ നീ തന്നെയാണ്, അതുകൊണ്ട് നിന്നോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്ന് പറഞ്ഞ് ശ്രുതിനെ കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട്. പിന്നീട് ശ്രുതി ബാഗായിട്ട് പോകാൻ പോകണ്ടപ്പോൾ നീ എവിടെ പോകണമെന്ന് വെച്ചപ്പോൾ, ഞാൻ വീട്ടിൽ പോകണം, നേരെ എത്ര ഇല്ലേന്ന് പറഞ്ഞപ്പോൾ, അത് നന്നായി, ഈ വീട്ടിലെ ഇത്രയും വലിയൊരു സന്തോഷം ഉണ്ടായിട്ട് നീ ഇപ്പൊ പോകാൻ നിന്നെ ഞാൻ വിട്ടത് തന്നെ, നീ ഇപ്പൊ പോകുമൊന്നും വേണ്ടെന്ന് പറഞ്ഞ് ബാഗ് അവിടെ മേടിച്ചു വെക്കുന്നുണ്ട്. വായോ, നമുക്ക് നിന്നെ മുത്തശ്ശി അന്വേഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ മുത്തശ്ശിയെ നോക്കാൻ വേണ്ടി ഒരു പാത്രം നിറച്ച് ലഡുവായി വരുന്നുണ്ട്. അതിനുശേഷം ആദ്യം തന്നെ ശ്രുതിയോട് പറയുന്നുണ്ട്, ഇത് നീ എടുക്കണം, ഇതിലൊരെണ്ണം നീ എടുക്ക്, ഇതിലെ ഇവിടെ നടന്ന എല്ലാ സന്തോഷങ്ങൾക്കും ഐശ്വര്യങ്ങൾക്കും ഇന്ന് നീയാണ് കാരണം, ലാവണ്യയെ ഇങ്ങനെ മാറ്റിയെടുത്തത് നീ തന്നെയാണ്, അതുപോലെ തന്നെ കുഞ്ഞൻ്റെ മനസ്സിൽ വിവാഹം എന്നുള്ളൊരു ചിന്ത ആക്കിയെടുത്തത് നീ തന്നെയാണ്, അതുകൊണ്ട് നിനക്ക് ഇതിൽ നല്ലൊരു പങ്കുണ്ട്, നീ മധുരം കഴിക്കുകയും വേണം, ഈ വീട്ടിലെല്ലാവർക്കും നീ മധുരം വിളമ്പുകയും വേണം എന്നൊക്കെ പറയുമ്പോൾ ശ്രുതി അതിൽ ഒരു ലഡു എടുത്തിട്ട് പിന്നീട് ബാക്കിയൊക്കെ കൈ പിടിച്ച് മറ്റുള്ളവർക്കൊക്കെ കൊണ്ടു കൊടുക്കാൻ പോകുന്നുണ്ട്. അങ്ങനെ ആദ്യം തന്നെ അഞ്ജലിനെയാണ് കാണിക്കുന്നത്. അഞ്ജലിയുടെ മുന്നിൽ കൊണ്ടുവന്നിട്ട് ലഡു കൊടുക്കും. അതിനുശേഷം മനോരമയും വരുന്നുണ്ട്. മനോരമ വന്നിട്ട് മനോരമയ്ക്ക് ലഡു കൊടുക്കുന്നുണ്ട്. മനോരമയ്ക്ക് ലഡു കൊടുക്കുമ്പോൾ മനോരമ ചോദിക്കുന്നുണ്ട്, അല്ല ഇവിടെ ഇപ്പം എല്ലാ കാര്യങ്ങളും ശരിയായില്ലേ, ഇനിയിപ്പോൾ ഇവിടെ നിന്റെ സേവനോ കാര്യങ്ങളൊന്നും ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ, എനിക്കറിയാൻ വേണ്ടി എല്ലാവരെക്കാളും മുന്നേ ഞാനത് മനസ്സിലാക്കിയിട്ടുണ്ട്, അത് ഇനിയോടെ എൻ്റെ സേവനം ഇനിയോടെ ആവശ്യമില്ല എന്നുള്ള കാര്യം എനിക്കറിയാമെന്ന് പറയുമ്പോൾ, ആ സമയത്ത് മുറിയിൽ നിന്ന് ആകാശം വരും. അങ്ങനെ ആകാശിനെ ഇട്ട് കൊടുക്കും. പിന്നെ വാ മോളെ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് അഞ്ജലിനെ പിടിച്ചുകൊണ്ട് മനോരമാൻറ്റി പോകുമ്പോൾ പിന്നാലെ ശ്രുതിയുടെ പിന്നാലെ അശ്വിൻ വരുന്നുണ്ട്. അശ്വിൻ വന്നിട്ട് ലഡു എടുക്ക് സാറെന്ന് പറയും. സന്തോഷത്തോടെ തന്നെ ശ്രുതി ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ലഡു എടുക്ക് സാറെന്ന് പറഞ്ഞ്. അങ്ങനെ ഒരു ലഡു എടുക്കാൻ പോകുമ്പോൾ അതല്ല ഇപ്പുറത്തേന്ന് പറയും. അങ്ങനെ ആ ലഡു അശ്വിൻ എടുത്തിട്ട് കഴിക്കാൻ നോക്കുമ്പോൾ ലാവണ്യ വന്ന് പറയും, ശ്രുതി നീ എന്തി ചെയ്യുന്നത്, അശ്വിൻ സാറിന് ഷുഗർ ഫ്രീ എന്നുള്ള കാര്യം അറിഞ്ഞൂടെ എന്ന് പറഞ്ഞപ്പോൾ, അതിൽ ഷുഗർ ഇല്ല, ലഡു അങ്ങനത്തെ ലഡു മാഡം എന്ന് പറഞ്ഞപ്പോൾ, അങ്ങനെ എന്നാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. രണ്ടുപേരും ശ്രുതിയും എടുക്കും, ശ്രുതിയല്ല ലാവണ്യയും അശ്വിനും കൂടി രണ്ടുപേരും ലഡു എടുത്ത് ഇങ്ങനെ രണ്ടുപേരും ഒപ്പം കഴിക്കുന്നത് കണ്ടുകൊണ്ട് ശ്രുതി പെട്ടെന്ന് മുറിയിലേക്ക് പോകും. പിന്നീട് ബാഗ് എടുത്ത് ഇറങ്ങുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത്. ബാഗ് എടുത്ത് തോളിലൊക്കെ ഇട്ട് പുറത്തേക്ക് വരുന്നുണ്ട്. പുറത്തേക്ക് വരുമ്പോൾ അഞ്ജലിനെ കാണുന്നുണ്ട്. അഞ്ജലി ശ്രുതിയെ ചേർത്ത് നിർത്തിയിട്ട് പറയുന്നുണ്ട്, നിന്നോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല, അതുപോലെ തന്നെ നീ ചെയ്തു തന്ന നല്ല കാര്യങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നില്ല, രാത്രി യാത്രയും ഇല്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ശ്രുതി പറയാതെ പറഞ്ഞ പോലെ അഞ്ജലി ഇനി ഇവിടെ ശ്രുതിയുടെ ആവശ്യമില്ല, അത് ശ്രുതി പൊക്കോ എന്ന് പറയുന്ന ഒരു രീതി തന്നെയായിരുന്നു അത്. ശ്രുതിക്ക് എന്തായാലും കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. ശ്രുതി പെട്ടെന്ന് തന്നെ
പോകുന്നുണ്ട്. പോകുമ്പോൾ അച്ഛൻ്റെ മുന്നിലൂടെയാണ് പോകുന്നത്. അശ്വിനാണ് ഈ ശ്രുതി പോകുന്നത് നോക്കി നിൽക്കുള്ളൂ, ഒന്നും മിണ്ടില്ല. പെട്ടെന്ന് അശ്വിൻ റൂമിലേക്ക് പോകും. അശ്വിൻ്റെ മുന്നിലൂടെ ശ്രുതി ആദ്യം പോകും. അതിനുശേഷം അശ്വിൻ റൂമിലേക്കും കയറിപ്പോകും. പിന്നീട് ശ്രുതി ഒന്നും കൂടെ തിരിഞ്ഞു വന്ന് അശ്വിൻ പോയത് നോക്കി നിൽക്കുന്നുണ്ട്. അശ്വിൻ നോക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷെ അശ്വിൻ നോക്കുന്നുണ്ടാവില്ല. അശ്വിൻ മുറിയിലേക്ക് പോകും. പിന്നീട് ലാവണ്യയുടെ അടുത്തേക്ക് ലാവണ്യ മുത്തശ്ശിയുടെ അടുത്തേക്ക് വരുന്നത്. മുത്തശ്ശി എന്നെ അന്വേഷിച്ചെന്ന് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ, ഞാൻ നിന്നെക്കുറിച്ച് ഇന്ന് വരെ ഒന്നും അന്വേഷിച്ചിട്ടില്ല. നിന്റെ അച്ഛൻ്റെ അമ്മയുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം. അച്ഛനും അമ്മയും ഡാഡിയും മമ്മിയും വിളിക്കുമ്പോൾ നീ ഇങ്ങനെ ഒരു വിവാഹം ഉണ്ടെന്നും അവരോട് എത്രയും പെട്ടെന്ന് നാട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഈ വിവാഹം ആർഭാടാക്കി നടത്തി തരണമെന്നും നീ പറയണം എന്ന് പറഞ്ഞപ്പോൾ, അതൊക്കെ ഞാൻ പറയാം മുത്തശ്ശി എന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞൻ്റെ മനസ്സ് ഇത്ര പെട്ടെന്ന് മാറുമെന്ന് വിചാരിച്ചില്ല. ഇനി മറുത്തവൻ ചിന്തിക്കുന്നതിനേക്കാൾ മുന്നേ തന്നെ നമുക്ക് ഈ കല്യാണം നടത്തണം എന്ന് പറഞ്ഞപ്പോൾ, ശരി മുത്തശ്ശി, ഞാനത് ഡാഡി വിളിക്കുമ്പോൾ പറയാം. ഡാഡിയോടും മമ്മിയോടും എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് എത്താൻ പറയാന്നൊക്കെ പറയുന്നുണ്ട്. രണ്ടുപേരും പുറത്ത് വലിയ ജോലിക്കാരാണ്, അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടേക്ക് വരാറുള്ളൂ എന്നൊക്കെ പറയും. അങ്ങനെ ശ്രുതിയുടെ കൈ പിടിച്ച് നല്ലോണം തലോട് നോക്കിയിട്ട്, മുത്തശ്ശി നീ ഇത്ര പെട്ടെന്ന് മാറുമെന്ന് ഞാൻ വിചാരിച്ചില്ല, ഇതിലെല്ലാത്തിനും കാരണം ശ്രുതി എന്നൊക്കെ പറഞ്ഞ് ശ്രുതിനെ വീണ്ടും പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ട് മുത്തശ്ശി. അങ്ങനെ ലാവണ്യ മുകളിലേക്ക് പോകും. പിന്നെ കാണിക്കുന്നത് ഹാളിലേക്ക് നമ്മുടെ ശ്യാമ് വലിയ കാര്യമായിട്ട് വരുന്നുണ്ട്. എല്ലാവരും പോയി എന്ന് മനസ്സിലായപ്പോൾ ശ്യാമ് വരുന്നുണ്ട്. ശ്യാമ് വരുമ്പോൾ ശ്യാമിൻ്റെ അടുത്ത് അഞ്ജലി വരുന്നുണ്ട്. അഞ്ജലി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ശ്യാമേട്ടാ എന്തിനാ എത്ര പെട്ടെന്ന് എഴുന്നേറ്റെന്ന് വെച്ചപ്പോൾ, ഞാൻ ഉറങ്ങായിരുന്നു, മരുന്നിൻ്റെ ക്ഷീണം കൊണ്ട് പെട്ടെന്ന് ഉറങ്ങിപ്പോയതെന്ന്. എന്തായാലും ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ, ശ്യാമേട്ടൻ എന്തിനാണ് കൊതിമൂത്ത പൈനാപ്പിളിൻ്റെ പായസം എടുത്ത് കുടിച്ചതെന്ന് പറഞ്ഞപ്പോൾ, അത് അഞ്ജലി മോളെ കുടിച്ചതിന് ശേഷമാണ് അതിൽ പൈനാപ്പിൾ ഉള്ളത് കാര്യം ഞാൻ അറിഞ്ഞത് എന്നൊക്കെ പറഞ്ഞപ്പോൾ, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഇപ്പം ഈ ഒരു പരിപാടിയിലും പങ്കെടുക്കാൻ പറ്റിയില്ലല്ലോ എന്നും പറഞ്ഞ് ആ സമയത്ത് നമ്മുടെ മനോരമ വരുന്നുണ്ട്, മരുമോനെ ഇവിടെ വലിയൊരു സംഭവം നടന്നു പറഞ്ഞപ്പോൾ എന്തെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് അശ്വിനും മുത്തശ്ശിയും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, നമ്മുടെ കുഞ്ഞൻ കല്യാണത്തിന് സമ്മതിച്ചെന്ന് പറയും. അത് കേൾക്കുമ്പോൾ ശരിക്കും ചെറിയൊരു മൂഡ് ഔട്ട് പോലെയാണ് ശ്യാമിൻ്റെ മുഖത്ത് കാണുന്നത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുക മനോരമേൻ്റെ ഫ്രണ്ട്സിൻ്റെ മുന്നിൽ വെച്ച് ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടായി എന്നൊക്കെ പറയും. മുത്തശ്ശിയും പറയും. അത് പിന്നെ മനോരമയുടെ കൂട്ടുകാരികൾ ഈ വീടിനെ അപമാനിക്കാൻ നോക്കുമ്പോൾ കുഞ്ഞൻ സമ്മതിക്കുമോ? അഭിമാനമുള്ള ആരും പറയുന്നതേ കുഞ്ഞൻ പറഞ്ഞോളൂ എന്നൊക്കെ പറയും. അപ്പം മോനെ എത്രയും പെട്ടെന്ന് കല്യാണം നടത്തണം എന്ന് പറഞ്ഞു മനോരമ. അപ്പം പെട്ടെന്ന് തന്നെ കുഞ്ഞിന് ദേഷ്യം വരും. കുഞ്ഞൻ പറയുന്നുണ്ട്, ഞാൻ ലാവണ്യായിട്ടുള്ള കല്യാണം സമ്മതിച്ചു എന്നുള്ളത് സത്യം തന്നെ, പക്ഷെ അത് എന്ന് വേണം എപ്പോൾ വേണമെന്ന് ഞാൻ തീരുമാനിക്കും, അല്ലാതെ വേറെ ആരും എൻ്റെ കാര്യത്തിൽ കല്യാണം എന്ന് പറഞ്ഞ് എൻ്റെ പിന്നാലെ വരരുത്, അതിന് ഞാൻ സമ്മതിക്കില്ല, അതിനൊരിട വരരുതെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് കുഞ്ഞൻ പോകും. അത് കേൾക്കുമ്പോൾ വീണ്ടും മനോരമയ്ക്ക് വിഷമാവും. എൻ്റെ ദൈവം, എൻ്റെ മൈ ഗോഡ്, എൻ്റെ മോൻ്റെ കാര്യം അവതാളത്തിലാവില്ല, ഇവൻ ഇനി എന്ന് കല്യാണം കഴിക്കാനാണ്, ഇത് ഗണപതിയുടെ കല്യാണം പോലെയാവും നാളെ എന്നും പറഞ്ഞ് അങ്ങനെ പറയുമ്പോൾ മുത്തശ്ശി ദേഷ്യപ്പെട്ടു, നീ ഒന്നും സമാധാനിക്കുക, എൻ്റെ പേരക്ക് കുഞ്ഞിൻ്റെ കാര്യം ഞാൻ തീരുമാനിച്ചോളാം, എന്ന് കല്യാണം നടത്തണമെന്ന്, നീ സമാധാനമായിട്ടിരിക്കാൻ പറഞ്ഞ് മുത്തശ്ശിയും പോകും. അതിനുശേഷം എല്ലാവരും പോയോ എന്ന് ചോദിക്കുമ്പോൾ അതെ എല്ലാവരും പോയി, ശ്രുതിയും പോയി. ഇത്തവണയും ശ്യാമേട്ടന് ശ്രുതിനെ പരിചയപ്പെടാൻ പറ്റിയില്ലല്ലേ എന്ന് പറഞ്ഞപ്പോൾ, അത് സാരില്ല, ഇനി സമയമുണ്ടല്ലോ എന്ന് ശ്യാം പറയും. എന്ത് സമയം? മനോരമ ചോദിക്കും. ഇവിടെ കല്യാണം കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് ഇനിയിപ്പോൾ അവളുടെ ആവശ്യമില്ല, അവളുടെ സേവനം അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും ഇനി ഇവിടെ വേണ്ടട്ടോ, ആ കിറസാരിനെ ഇപ്പം തന്നെ പറഞ്ഞയച്ചോ അഞ്ജലി, ഇനി അവൾ ഇവിടെ വേണ്ട എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇനി ഇവിടെ ഒരാളും കയറി ഇറങ്ങണ്ടെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് മനോരമ പുറത്തേക്ക് പോകുമ്പോൾ ഇങ്ങനെ അഞ്ജലി വിഷമിച്ച് നിൽക്കുന്നുണ്ട്. ആ സമയത്ത് ശ്യാമ് പറയുന്നുണ്ട് അഞ്ജലിയോട്, മനോരമാൻ്റെ പറഞ്ഞതിൽ കാര്യമുണ്ട് അഞ്ജലി മോളെ, ഇനി ആ പെൺകുട്ടീനെ ഇവിടെ വിവാഹത്തിൻ്റെ പേരും പറഞ്ഞ് അളിയൻ്റെ ഇവിടെ കയറി ഇറങ്ങി അളിയനത് ഇഷ്ടാവില്ല, അളിയൻ്റെ മനസ്സ് മാറ്റാൻ നോക്കണ്ട, അതുകൊണ്ട് ഇനി ശ്രുതിനെ ഇവിടെ ജോലിക്ക് വരുത്തണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ശ്രുതിനെ ഇനി ജോലിക്ക് വരുത്തണ്ടെന്ന് ശ്യാം തീർത്ത് പറഞ്ഞപ്പോൾ അത് ശരിയാണെന്ന് തോന്നി. അങ്ങനെ അഞ്ജലി ശ്യാമിൻ്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.